Hello. Welcome to market discussion of the day. Today, November 12th, 2024. സോ ഇന്ന് എന്താ പറയുക, ഒരു 3 ദിവസത്തിന് ശേഷം US മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്ന ദിവസമാണ് എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഓക്കെ, സോ എല്ലാ ദിവസത്തെയും പോലെ നമുക്ക് ഫണ്ടമെൻ്റൽസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫണ്ടമെൻ്റൽസിലോട്ട് വരുമ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ന്യൂസുകൾ ഓൾറെഡി കഴിഞ്ഞു. ഇത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലെമൻ കൗണ്ട് ചേഞ്ച് ആയിരുന്നു. UK ടൈമിങ് 7 മണിക്കായിരുന്നു ആ ന്യൂസ് വന്നത്. അത് വളരെ പോസിറ്റീവായിട്ടാണ് GBP അഫക്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കാര്യം. അപ്പോൾ എന്താണ് ക്ലെമൻ കൗണ്ട് ചേഞ്ച് എന്ന് പറഞ്ഞാൽ, ക്ലെമൻ കൗണ്ട് ചേഞ്ച് പ്രസൻസ് ദ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് പീപ്പിൾ ക്ലെയിമിംഗ് അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് ഡ്യൂറിങ് ദ ഗിവൺ മന്ത്. അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് ക്ലെയിം ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണമാണ്. അത് 89.6K നിന്ന് 26.6K ആയി കുറഞ്ഞു, ഫോർകാസ്റ്റിൽ നിന്ന് കുറഞ്ഞു. പക്ഷേ പ്രീവിയസ് നോക്കാൻ നേരത്ത് പ്രീവിയസിനെക്കാട്ടി കൂടുതലാണ്. ഓക്കെ, സോ അപ്പോൾ ഒരു മിക്സഡ് ഡേറ്റയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഫോർകാസ്റ്റ് നോക്കാൻ നേരത്ത് ഒരുപാട് കുറവായത് കൊണ്ടിട്ട് അത് കുറച്ച് UK GBPയെ സംബന്ധിച്ചിടത്തോളം അതൊരു ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ നമ്മൾ യൂറോയിലോട്ട് വരുമ്പം, യൂറോയിൽ നമുക്ക് CPI ആയിരുന്നു. CPI ആക്ച്വലും ഫോർകാസ്റ്റും പ്രീവിയസും എല്ലാം സെയിം ആണ്. ഓക്കെ, ഒരു പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, സോ നാളത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, നാളെ നമുക്ക് എന്താ പറയുക, CPI വരുന്നുണ്ട്. US നിന്ന് CPI വരുന്നുണ്ട്. ഉറപ്പായിട്ടും മാർക്കറ്റിനെ ഭയങ്കര രീതിയിൽ അഫക്റ്റ് ചെയ്യും. കാരണം US ഇലക്ഷൻ കഴിഞ്ഞിട്ട് വരുന്ന CPI ആണ്. ഉറപ്പായിട്ടും ഭയങ്കര രീതിയിൽ അഫക്റ്റ് ചെയ്യും. മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക അല്ലാതെ വേറൊരു ഓപ്ഷനും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനില്ല എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കാര്യം. ഓക്കെ, പിന്നെ ഫ്രൈഡേ നമുക്ക് റീറ്റെയിൽ സെയിൽസും വരുന്നുണ്ട്. അത് നമുക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേക്കും പറഞ്ഞു പോകാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പം നേരെ നമ്മൾ ടെക്നിക്കൽസിലോട്ട് വരുമ്പം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് JPYയിലോട്ട് പോവാം. JPY സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം എന്നറിയാതെ വഴിതെറ്റി നിൽക്കുന്ന ഒരു കുട്ടിയെ പോലെയാണ്. 152 154 ഇടയ്ക്കാണ്. ഓക്കെ, പക്ഷേ ഇന്നത്തെ ദിവസം മിക്കവാറും ഈ റേഞ്ച് ബ്രേക്കായി ഒന്നെങ്കിൽ 154 മുകളിലായിട്ട് പോയി 162 ഒരു പോക്ക് പോവും, ഇല്ലെങ്കിൽ 152 താഴെയായിട്ട് പോയി 142 പോക്ക് പോവും. ഓക്കെ, ഇത് രണ്ടും 152 മുകളിലായിട്ടാണ് മാർക്കറ്റ് ഇന്ന് അവസാനിക്കുന്നത്. അല്ലെങ്കിൽ US മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം നമുക്കിതെല്ലാം അറിയാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. കാരണം US മാർക്കറ്റ് 3 ദിവസത്തെ അവധിക്ക് ശേഷം ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അല്ലേ. അപ്പം എന്തായാലും ഇത് ഒരു റേഞ്ച് വിട്ട് പോകാനായിട്ടുള്ള ചാൻസ് ആണ്. സപ്പോസ് 154 മുകളിലായിട്ട് നമുക്ക് 2 മാർക്കറ്റ് ഓപ്പണിങ്സിനോ ക്ലോസിങ്ങിനോ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് നമുക്ക് ടാർഗറ്റ് ഒരു 156 വരെ ഒരു ഇനിഷ്യൽ ടാർഗറ്റ് വെക്കുക എന്നുള്ളതാണ്. അത് ഒരു ഓവർ എ പോയിന്റ് ഓഫ് ടൈം 162 വരെ പോകാനായിട്ടുള്ള ചാൻസസ് ആണ് കൂടുതലുള്ളത്. ഓക്കെ, നേരെ മറിച്ച് 152 താഴോട്ട് പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു 142 ലെവലിലോട്ട് 148, അതിനുശേഷം 146, അതിനുശേഷം 142, ആ ഒരു ഡിഫറെൻറ്റ് ലെവൽസിലായിട്ട് നമുക്ക് JPY കിട്ടും എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കാര്യം. ഇത് എന്താണ് കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് പറയുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സും എന്താ പറയുക, ഡോളേഴ്സിനെ സ്ട്രെങ്തൻ ആക്കും. ഓക്കെ, ഡോളേഴ്സിനെ സ്ട്രെങ്തൻ ആക്കുന്നതിനനുസരിച്ചിട്ട് JPY മുകളിലോട്ട് പോകും. ഡോളർ സ്ട്രെങ്തൻ ആവുന്നതിനനുസരിച്ച് JPY മുകളിലോട്ട് പോകും. അതാണ് അതിനകത്തുള്ളൊരു എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരെ മറിച്ച് GBP, യൂറോ, ഗോൾഡ് ഇതെല്ലാം താഴോട്ട് പോകും. ഇതാണ് ബേസിക്കായിട്ട് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇപ്പം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഡോളറിനെ ശക്തിപ്പെടുത്തുന്നതായതുകൊണ്ടിട്ടാണ് JPY മുകളിലോട്ട് പോകുന്നതും ബാക്കി GBPയും അതേപോലെ യൂറോയും ഗോൾഡും എല്ലാം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നത്. ഓക്കെ, സോ നേരെ നമ്മൾ GBPയിലോട്ട് വന്നു കഴിഞ്ഞാൽ, GBPയിൽ ഇന്നലെ 1.2900 ട്രേഡ് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും എന്താ പറയുക, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടാവും. എൻ്റെയും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. കാരണം നമുക്ക് പലപ്പോഴും ഒക്കെ ഇതേപോലെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നതിന് നമുക്കൊന്നും പറയാൻ ഇല്ലല്ലേ. കാരണം ഇന്നലെ US മാർക്കറ്റ് അവധിയായിരുന്നു. അതുകൊണ്ടിട്ട് വോളിയം, അതായത് എന്താ പറയുക, വളരെ ചെറിയ വോളിയം ആയതുകൊണ്ടിട്ട് പെട്ടെന്ന് മാർക്കറ്റിനകത്ത് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും.
ഓക്കെ. സോ അതാണ് ഇന്നലെ മാർക്കറ്റ് ഭയങ്കര ലെവലിൽ GBP അല്ല ഗോൾഡിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഫ്ലക്ച്വേറ്റ് ആയത്. ഓക്കെ, എന്തായാലും നമുക്ക് ഇപ്പോൾ ഇന്നൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. 1.2800 അടുത്ത് വെച്ച് നമുക്ക് GBP കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു അഡ്വാൻറ്റേജ്. ഞാനൊരു ചെറിയ ലോട്ട് ബൈ എടുത്തിട്ടുണ്ട് GBPയിൽ. നമുക്ക് അടുത്തൊരു എന്താ പറയുക, അടുത്ത ഏഷ്യ ക്ലോസിംഗ് സമയത്തും 1.2800 അതിന് അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് പോവാം. 1.2760 താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളതാണ് GBPയിലുള്ള ഒരു കാര്യം. GBP ഒരു കാരണവശാലും നമുക്ക് സെല്ലിലോട്ട് നിൽക്കണ്ട. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ GBP നിന്ന് വന്ന ന്യൂസ് ക്ലെമന്റ് കൗണ്ട് ചേഞ്ചും GBPക്ക് നല്ല പോസിറ്റീവ് ന്യൂസാണ്. അതുകൊണ്ടിട്ട് നമുക്ക് എന്താ പറയുക, ബൈ സൈഡിൽ തന്നെ നിൽക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ സെൽ സൈഡിലോട്ട് ചിന്തിക്കാറായിട്ടില്ല. 1.2700 താഴെ പോയാൽ മാത്രമേ നമുക്ക് ഒരു സെൽ സൈഡിലോട്ട് ചിന്തിക്കാൻ തന്നെ ഒരു ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ, കാരണം 1.2700 ഭയങ്കര ബെറ്റർ ആയിട്ടുള്ളൊരു ബൈ ആണ്. അതായത് ബെറ്റർ ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പൊസിഷനാണ്. അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ണും പൂട്ടി നമുക്ക് വാങ്ങാം എന്നുള്ളതാണ്. 1.2700 നമുക്ക് GBP കിട്ടിക്കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ GBP ഇതേപോലെ ഗോൾഡിനെ നമ്മുടെ ഡോളേഴ്സിനെയൊക്കെ ഭയങ്കര ലെവലിൽ ഡോളേഴ്സിൻ്റെ റേറ്റ് കൂടുന്നതിനനുസരിച്ച് കുറയാനായിട്ടുള്ളൊരു ചാൻസ് വളരെ കുറവാണ്. കാരണം GBP ഒരു സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്ന ഒരു എൻറ്റിറ്റിയാണ്. ഓക്കെ, അതേപോലെ ഇവിടുത്തെ UK സാഹചര്യങ്ങളും അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ളൊരു എക്കണോമിക് സിറ്റുവേഷൻസും ഉണ്ടായത് കൊണ്ടിട്ട് GBP പെട്ടെന്നൊന്നും താഴോട്ട് പോകാനായിട്ടൊരു ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് സെൽ സൈഡിലോട്ട് നിൽക്കരുത് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നേരെ യൂറോയിൽ നോക്കുമ്പം യൂറോയും ഇന്നലെ ഒരു വലിയൊരു ഫാൾ ഉണ്ടായി. 1.0700 അടുത്ത് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, സോ അത് എന്താ പറയുക, ഇനി നമുക്ക് 1.6 ഇപ്പം നിൽക്കുന്ന പ്രൈസ് 1.0633 ആണ്. ഇനി നമുക്കൊരു 2 മാർക്കറ്റ് ഓപ്പണിങ്സിന് 1.0700 മുകളിലായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി യൂറോയിലൊരു ബൈ ഓപ്പർച്യൂണിറ്റിയെ പറിച്ച് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ, സോ ഇതാണ് യൂറോയിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ള കാര്യം. അതേപോലെ നമ്മളെ ഗോൾഡ് ഇന്നലെ ഓൾമോസ്റ്റ് ഇന്നലത്തെ ഒരൊറ്റ ദിവസം എത്രയാണ്, 2684 നിന്ന് 2612 വരെ പോയിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, 700 പിപ്പിൻ്റെ മൂവ്മെൻറ്റ്, 700 പിപ്പ് അനുസരിച്ചിട്ടുള്ള മൂവ്മെൻറ്റ്. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ ഇത് 2558 നിൽക്കുന്നത്. 2600 താഴെയാണ് നിൽക്കുന്നത്. പക്ഷേ നമുക്കുള്ളൊരു നല്ലൊരു കാര്യം എന്താ വെച്ചാൽ 2600 മുകളിലായിട്ടാണ് ഈ കഴിഞ്ഞ ക്യാൻഡിലും ഓപ്പൺ ആയെന്നുള്ളതാണ്. ഓക്കെ, അതായത് നമുക്ക് കഴിഞ്ഞ യൂറോപ്പ് ഓപ്പൺ ആയ സമയത്തും 600 മുകളിലാണ്, കഴിഞ്ഞ അവർ ക്യാൻഡിലും നോക്കുകയാണെങ്കിൽ 2600 മുകളിലാണ്. ഓക്കെ, നമുക്ക് ഏഷ്യ ക്ലോസ് ആവുന്ന സമയത്തും 2600 മുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ചെറിയ ലോട്ട് നമുക്ക് എടുത്ത് വേണമെങ്കിൽ ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഒരു ബൈ ചെയ്യാം എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. ഓക്കെ, ചെറിയ ലോട്ട് ഇപ്പോൾ ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ഒരു 0.2 ലോട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്നൊരു ബൈ എടുത്തുകൊണ്ട് ചെയ്യാം. 2592 താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളതാണ്. അതായത് ഓൾമോസ്റ്റ് ഒരു 100 പിപ്പോളം നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതാണ് അതിനകത്തുള്ളൊരു റിസ്കി ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടിട്ട് തന്നെ 100%, അതായത് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ എടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അടുത്ത മാർക്കറ്റ് ക്ലോസിങ്ങിന്, ഏഷ്യ ക്ലോസിങ് ഇവിടുത്തെ 9 മണി ഇന്ത്യൻ ടൈമിങ് 2:30 മണിക്ക് മാർക്കറ്റ് 2600 മുകളിലാണെങ്കിൽ അവിടെ നമുക്കൊരു ബൈ ഇട്ടുകൊണ്ട് നമുക്ക് ചാൻസ് എടുക്കേണ്ടവർക്ക്. ഓക്കെ, അതിനുശേഷം അവിടെ നിന്നുള്ളൊരു ഫസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2630 അതിനുശേഷം അതിൻ്റെ മുകളിൽ 2 മാർക്കറ്റ് കണ്ടീഷനിൽ കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് 2680 പോകും. അതിനുശേഷം 2730 അൾട്ടിമേറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്. അത് ബ്രേക്ക് ചെയ്തെന്ന് വിചാരിച്ചോ. ഓക്കെ, അത് ബ്രേക്ക് ചെയ്താൽ ഒരു ഭയങ്കര വലിയൊരു ഇൻഡിക്കേഷനാണ്. അത് ഓൾ ടൈം ഹൈയും ബ്രേക്ക് ചെയ്ത് പോകും എന്നുള്ളത്. അത് ബ്രേക്ക് ചെയ്തത് എന്താ പറയുക,
വെറുതെ ബ്രേക്ക് ചെയ്യുന്നതല്ല, ഒരു വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ വന്ന് 2730 ഹിറ്റ് ചെയ്ത് അടുത്ത ക്യാൻഡിൽ 2735 ആ ഒരു ലെവലിലോട്ടൊക്കെ അങ്ങനെ പോയി കഴിഞ്ഞാൽ അതൊരു ഇൻഡിക്കേഷനാണ്. ചിലപ്പോൾ ഓൾ ടൈം ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് 2800 3000 ആ ലെവലിലോട്ടൊക്കെ പോകാനായിട്ടുള്ള ഇൻഡിക്കേഷനാണത്. ഓക്കെ, സോ ഇത്രയാണ് എന്താ പറയുക എനിക്ക് പറയാനുള്ളത്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്നത്തെ US മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ഡയറക്ഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ടിട്ട് തന്നെ ഇന്ന് ഞാൻ ഗോൾഡിൽ ട്രേഡ് ചെയ്യാനായിട്ടുള്ളൊരു ചാൻസ് വളരെ കുറവാണ്. ഞാൻ GBPയിൽ ഓൾറെഡി ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഗോൾഡ് നമുക്ക് എന്താണ് എങ്ങോട്ടാണ് ഒരു ഐഡിയയും തരാതിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഉറപ്പായിട്ട് US മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം മാത്രമാണ് ഗോൾഡിൻ്റെ ഒരു ഗതി പറ്റുന്ന നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനായിട്ടുള്ള കാര്യം. എന്ത് ട്രേഡ് ചെയ്താലും നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് ചെയ്യുക എന്നുള്ളത്. കാരണം വേൾഡിൽ ഇപ്പം US ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇന്ന് ട്രംപും ജോ ബൈഡനും തമ്മിലുള്ളൊരു മീറ്റിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിനകത്തൊക്കെ എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ അല്ലേ. അപ്പം അല്ലെങ്കിൽ എന്താണ് പുള്ളിയുടെ തീരുമാനങ്ങൾ എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഒരു അൺസർട്ടൺ സിറ്റുവേഷനാണ്. ഡോളറിനെ മുകളിലോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് പുള്ളിയുടെ പ്രൈമറി എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് താൽക്കാലികമായിട്ടെങ്കിലും കുറച്ച് ഷോർട്ട് ടേമിലോട്ടെങ്കിലും ഡോളർ മുകളിലോട്ട് പോകും എന്നുള്ളതാണ്. അപ്പം നമുക്ക് എന്താണ് ഇപ്പം ഒരു അൺസർട്ടൺ സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. അതുകൊണ്ടിട്ട് ഗോൾഡിൽ അത്രയും മൂവ്മെൻറ്റ് ഉണ്ടാകുന്നതുകൊണ്ട് ഗോൾഡിലോട്ട് തൽക്കാലം മാറി നിൽക്കുക. നമുക്ക് അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടും മാർക്കറ്റിനെ പറ്റി. എന്നിട്ടൊരു തീരുമാനം ഗോൾഡിൽ എടുക്കുന്നതായിരിക്കും ബെറ്റർ കാര്യം എന്നുള്ളതാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. കാരണം നമ്മളെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലേ. ക്യാപിറ്റൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് ചെയ്യും. ഇനി ഗോൾഡിൽ എടുത്താലും നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നു 1 ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ 0.2 ലോട്ട് എടുക്കുക. ഓക്കെ, പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടാതെ ഒരു കച്ചവടം പോലും ചെയ്യാതിരിക്കുക. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു വലിയ മൂവ്മെൻ്റ് ആയി കിട്ടിക്കാൻ ചിലപ്പോൾ അതിനകത്ത് ആ മൂവ്മെൻറ്റിനകത്തൊക്കെ നമുക്ക് കിട്ടാം അല്ലേ. അപ്പോൾ അതുകൊണ്ടിട്ട് ചെറിയ ലോട്ട് എടുത്ത് സ്റ്റോപ്പ് ലോസ് ഇട്ട് പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്ത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഇന്നത്തെ ദിവസം നിങ്ങളടുത്ത് പറയാനുള്ളത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ എനിക്ക് പറയാനുള്ളത്. അപ്പം നാളെ എന്തായാലും കാണാം. ബൈ ബൈ ഗൈസ്.